ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രൊസീജിയർ ഫോർ ഡിസിപ്ലിനറി ആക്ഷൻ ആണ്. എങ്ങനെയാണ് ഈ ഒരു ഡിസിപ്ലിനറി ആക്ഷന്റെ പ്രൊസീജിയർ എന്നാണ് നോക്കാനുള്ളത്. 9 ഘട്ടങ്ങൾ ഉണ്ട്. ഒന്നാമത് നോക്കാം, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. അതായത് സ്ഥാപനത്തിൽ എന്തെങ്കിലും ഇൻഡിസിപ്ലിൻ ആയിട്ടോ അല്ലെങ്കിൽ മിസ്കോണ്ടാക്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒറ്റ നോട്ടത്തിൽ, അതായത് പ്രഥമ ദൃഷ്ടിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കണ്ടുപിടിക്കലാണ് ഫസ്റ്റത്തെ സ്റ്റേജ് വരുന്നത്. അതായത് എന്തെങ്കിലും ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യലാണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്ന സ്റ്റേജിൽ വരുന്നത്. അങ്ങനെ പ്രഥമ ദൃഷ്ടിയിൽ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജിലോട്ട് കിടക്കും, ഇഷ്യൂയിങ് എ ചാർജ് ഷീറ്റ്. നമ്മൾ കുറ്റപത്രം ഇഷ്യൂ ചെയ്യുക. അതായത് എന്താണ് മിസ്കോണ്ടാക്ട് ഉള്ളത്, അതുപോലെ ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് അത് വളരെ വ്യക്തമായ രീതിയിലും പ്രിസൈസ് ആയിട്ട് എന്ത് ചെയ്യും, ചാർജ് ഷീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ ഈ ഒരു മിസ്കോണ്ടാക്റ്റുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻസ്, അതുമായി ബന്ധപ്പെട്ട എംപ്ലോയീസിന് എക്സ്പ്ലനേഷൻസ് നൽകാൻ വേണ്ടിയിട്ട് അവരോട് പറയും. അപ്പോൾ ചാർജ് ഷീറ്റിൽ അവരോട് എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ അതിന് അവർക്ക് വേണ്ട സഫീഷ്യന്റ് ടൈം, അവർക്ക് ആൻസർ നൽകാനുള്ള സഫീഷ്യന്റ് ടൈം എന്ത് ചെയ്യും, ഈ ചാർജ് ഷീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറ്റപത്രം ഇഷ്യൂ ചെയ്യലാണ് രണ്ടാമത്തെ ഘട്ടം. ഇത് കഴിഞ്ഞാൽ മൂന്നാമത്താണ് കൺസിഡറേഷൻ ഓഫ് എക്സ്പ്ലനേഷൻ. എംപ്ലോയീസിന്റെ അടുത്ത് ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ സഫീഷ്യന്റ് ടൈം ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അവരെന്ത് ചെയ്യും, അതിന് എക്സ്പ്ലനേഷന് മാനേജ്മെന്റ് സമർപ്പിക്കും. അങ്ങനെ മാനേജ്മെന്റ് എംപ്ലോയീസ് എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യുന്നു. ചിലപ്പോൾ അവർ സഫീഷ്യന്റ് ആയുള്ള റീസൺ ആണ് നൽകുന്നതെങ്കിൽ ചിലപ്പോൾ മാനേജ്മെന്റ് അതിന് സാറ്റിസ്ഫൈഡ് ആകുന്നു. നേരെ മറിച്ച് അതിലെന്തെങ്കിലും വൈരുദ്ധ്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവരോട് എക്സ്പ്ലനേഷൻസ് ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഷോ കോസ് നോട്ടീസ് അവർക്ക് ഇഷ്യൂ ചെയ്യും. അതാണ് നാലാമത്തെ സ്റ്റേജ്, ഷോ കോസ് നോട്ടീസ്. അപ്പോൾ ഷോ കോസ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ കാരണം കാണിക്കൽ നോട്ടീസാണ് ഷോ കോസ് നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എംപ്ലോയീസിന് ഒരു ചാൻസ് കൂടിയാണ് അവരുടെ വിശദമായിട്ടുള്ള എന്തുകൊണ്ട് ചെയ്തു എന്നുള്ള കാരണം കാണിക്കാനുള്ള ചാൻസ് കൊടുക്കുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നതാണ് ഷോ കോസ് നോട്ടീസ്. അത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസ് എന്ത് ചെയ്യണം, ആ ഒരു കാരണം കാണിക്കാൻ നിർബന്ധിതമാണ്. അത് കഴിഞ്ഞാൽ അടുത്തതാണ് സസ്പെൻഷൻ ഓഫ് ദ എംപ്ലോയീസ്. അപ്പോൾ ഷോ കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസിന് എന്ത് ചെയ്യുക, സസ്പെൻഡ് ചെയ്യും, ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. അപ്പോൾ അവർക്ക് എതിരെയുള്ള ആരോപണം അല്ലെങ്കിൽ ചാർജ് ഗുരുതരമാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവരുടെ നിലവിലെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യും. അക്കോർഡിംഗ് ടു ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് സ്റ്റാൻഡിംഗ് ഓർഡർ ആക്ട് 1946 പ്രകാരം എംപ്ലോയീസിനെ സസ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസിന് ആദ്യത്തെ 90 ദിവസമാണെന്നുണ്ടെങ്കിൽ അവർക്ക് സസ്പെൻഡ് ചെയ്തത് 90 ദിവസം വരെയാണെന്നുണ്ടെങ്കിൽ ഹാഫ് സാലറിയും, ഇനി അവരെ സസ്പെൻഡ് ചെയ്ത് 90 ദിവസത്തിൽ കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4ൽ 3 ഭാഗം അവർക്ക് എന്ത് കിട്ടും, സാലറി കിട്ടുന്നതാണ്. കാരണം ചിലപ്പോൾ ഈ അന്വേഷണ വിധേയമായിട്ടാണ് അവരെന്ത് ചെയ്യുക, സസ്പെൻഡ് ചെയ്യുക. അത് വിചാരിച്ച് അവരെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നതല്ല സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താൽക്കാലികമായിട്ട് ജോലിയിൽ നിന്നും അകറ്റി നിർത്തുന്നതാണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ, അതായത് അവർക്ക് സബ്സ്റ്റാൻസ് അലവൻസ് ആയിട്ടാണ് എന്ത് കൊടുക്കുക, ഇങ്ങനെ ഒരു എമൗണ്ട് കൊടുക്കുന്നത്. ആദ്യത്തെ 90 ദിവസം ഹാഫ് സാലറിയും, പിന്നീട് ഈ ഒരു അന്വേഷണം നീണ്ടുപോകുക എന്നുണ്ടെങ്കിൽ 90 ദിവസത്തിന് ശേഷം 4ൽ 3 ഭാഗം എന്ത് കൊടുക്കും, അവർക്ക് സാലറി കൊടുക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നോട്ടീസ് ഓഫ് എൻക്വയറി. സസ്പെൻഷൻ പീരീഡിൽ ഇരിക്കുന്ന സമയത്ത് എന്തെടുക്കും, അവർക്ക് എൻക്വയറി നടത്താനുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്യും. എന്നാണ് എൻക്വയറി ഉണ്ടായിരിക്കുക, എൻക്വയറിംഗ് ഓഫീസർ ആരായിരിക്കും, എൻക്വയറി ഡേറ്റ്, പ്ലേസ്, കാര്യങ്ങളൊക്കെ എന്തുണ്ടാവും, എൻക്വയറി നോട്ടീസിൽ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ 7ാമത്തതാണ് ഹോൾഡിംഗ് ഓഫ് എൻക്വയറി. നമ്മൾ എൻക്വയറി നടക്കുക. അപ്പൊ ഈ എൻക്വയറി നടക്കുക പറയുമ്പോൾ എന്തെങ്കിലും ക്രോസ് എക്സാമിനേഷൻ ഉണ്ടാകും. അതുപോലെ എന്തുണ്ടാവും, അതിൽ ഉൾപ്പെട്ടുള്ള ഓരോ എംപ്ലോയീസിനെ വിളിച്ചു കണക്ക് എന്തുണ്ടാവും, എക്സാം ചെയ്യും. പിന്നെ അവരെന്ത് ചെയ്യും, പരസ്പരം ഒന്നിച്ചിരുത്തി കണക്ക് എന്ത് ചെയ്യും, എൻക്വയറി ഒക്കെ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് 8ാമത്തെ സ്റ്റേജാണ് റെക്കോർഡിംഗ് ദ ഫൈൻഡിങ്സ് ഓഫ് ദ എൻക്വയറി. ഈ എൻക്വയറിയിൽ ഓരോ വ്യക്തികളുടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യുക. ഫൈൻഡിങ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് 8ാമത്തെ സ്റ്റേജ്. അത് കഴിഞ്ഞാൽ 9ാമത്തെ സ്റ്റേജാണ് മേക്കിംഗ് എ ഫൈനൽ ഓർഡർ ഓഫ് പണിഷ്മെന്റ്. അതുപോലെ പണിഷ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു ഫൈനൽ ഓർഡർ തയ്യാറാക്കുക എന്നുള്ളതാണ് 9ാമത്തെ സ്റ്റേജ്. അപ്പോൾ പണിഷ്മെന്റ് എന്ത് ചെയ്യാണ്, എംപ്ലോയീസുമായിട്ട് പെട്ടെന്ന് തന്നെ അതുപോലെ അവരുമായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്
9ാമത്തെ സ്റ്റേജ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 10ാമത്തെ സ്റ്റേജ് ഫോളോ അപ്പ് ആണ്. ഇപ്പോൾ ഈ ഒരു ഡിസിപ്ലിനറി ആക്ഷനുമായി അത് എടുത്തു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിലാണോ ഫോളോ അപ്പ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ ഉറപ്പിക്കുന്നതാണ് അവസാനത്തെ സ്റ്റേജ് വരുന്നത്. ഇങ്ങനെ 10 സ്റ്റേജസ് ആണ് ഡിസിപ്ലിനറി ആക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തേതായിരുന്നു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, രണ്ടാമത്തത് ഇഷ്യൂയിങ് ചാർജ് ഷീറ്റ്, മൂന്നാമത്തത് കൺസിഡറേഷൻ ഓഫ് എക്സ്പ്ലനേഷൻ, നാലാമത് ഷോ കോസ് നോട്ടീസ്, അഞ്ചാമത്തത് സസ്പെൻഷൻ ഓഫ് എംപ്ലോയി, ആറാമത്തത് നോട്ടീസ് ഓഫ് എൻക്വയറി, ഏഴാമത്തെ സ്റ്റേജ് ഹോൾഡിംഗ് ഓഫ് എൻക്വയറി, എട്ടാമത്തെ സ്റ്റേജ് റെക്കോർഡിംഗ് ദ ഫൈൻഡിങ്സ് ഓഫ് എൻക്വയറി, ഒമ്പതാമത്തെ സ്റ്റേജ് മേക്കിംഗ് എ ഫൈനൽ ഓർഡർ ഓഫ് പണിഷ്മെന്റ്, അവസാനത്തെ സ്റ്റേജ് ആയിരുന്നു ഫോളോ അപ്പ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻ ആണ്. ഡിസിപ്ലിനറി ആക്ഷന്റെ തരങ്ങൾ ഏതൊക്കെ കൈൻഡാണ് നോക്കാം. ഒന്ന്, എങ്ങനെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാം. ഒന്നെങ്കിൽ ഡ്രോപ്പ് ദ മാറ്റർ, നമ്മൾ സബ്ജക്ട് മാറ്റർ എന്ത് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യാം. അതായത് എന്തെങ്കിലും ഇൻഡിസിപ്ലിൻ ആയിട്ട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സബ്ജക്ട് മാറ്റർ എന്ത് ചെയ്യാം, മൊത്തം ഒഴിവാക്കാം. രണ്ടാമത് പറഞ്ഞാൽ പ്രൊവൈഡ് കൗൺസിലിംഗ് ഓർ ട്രെയിനിങ് ടു ഹെൽപ്പ് ടു റീസോൾവ് ദ മാറ്റർ. അതുപോലെ ഈ ഡിസിപ്ലിനറി ആക്ഷൻ ഇൻഡിസിപ്ലിൻ ആയിട്ട് ഏതെങ്കിലും എംപ്ലോയി പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുക, അവർക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതൊരു ഡിസിപ്ലിനറി ആക്ഷൻ ആണ്. അടുത്താണ് ടേക്ക് ഡിസിപ്ലിനറി ആക്ഷൻ, എന്തെങ്കിലും പണിഷ്മെന്റ് രൂപത്തിൽ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ 3 രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്തതാണ് ഫാക്ടേഴ്സ് ടു കൺസിഡർ ബിഫോർ ഫാക്ടേഴ്സ് ടു കൺസിഡർ ബിഫോർ ഡിസൈഡിങ് എനി ഡിസിപ്ലിനറി ആക്ഷൻ. ഏതെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ തീരുമാനിക്കുന്നതിന് മുന്നേ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമതാണ് വെദർ ദ റൂൾ ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻഡിക്കേറ്റ്സ് വാട്ട് ദ ലൈക്ലി പെനാൽറ്റി വിൽ ബി ആസ് എ റിസൾട്ട് ഓഫ് ദ പർട്ടിക്കുലർ മിസ്കോണ്ടാക്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്രത്യേക പർട്ടിക്കുലർ മിസ്കോണ്ടാക്ടിന് പിഴ എന്തായിരിക്കുമെന്ന് ഓർഗനൈസേഷൻ റൂൾസിൽ എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ആദ്യം നോക്കണം. അതായത് നമ്മൾ ഒരു അന്വേഷണം നടത്തി പറഞ്ഞാൽ നേരെ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് എന്തില്ല, പെനാൽറ്റി ഈടാക്കാൻ പാടില്ല. ഓർഗനൈസേഷൻ റൂൾ പ്രകാരം ഒരു പ്രത്യേക മിസ്കോണ്ടാക്ടിന് എന്തെങ്കിലും പെനാൽറ്റി ഈടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസിപ്ലിനറി ആക്ഷനിലോട്ട് കടക്കാൻ പാടുകയുള്ളൂ. അടുത്താണ് രണ്ടാമത്തെ പെനാൽറ്റി ഇമ്പോസ്ഡ് ഇൻ സിമിലർ കേസസ് ഇൻ ദ പാസ്റ്റ്. അതുപോലെ ഇതുപോലത്തെ സെയിം സിറ്റുവേഷൻസ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എത്രയാണ് പെനാൽറ്റി ഇമ്പോസ് ചെയ്തിട്ടുള്ളത് അത് നോക്കണം. അതിന്റെ ബേസിൽ മാത്രമാണ് അത് നോക്കിയിട്ട് വേണം ഇപ്പോഴത്തെ ഈവന്റിന് അല്ലെങ്കിൽ അതേ സെയിം സിറ്റുവേഷന് പെനാൽറ്റി ഈടാക്കാൻ പറ്റുകയുള്ളൂ. അടുത്താണ് ദ എംപ്ലോയീസ് ഡിസിപ്ലിനറി റെക്കോർഡ്, ജനറൽ വർക്ക് റെക്കോർഡ്, വർക്ക് എക്സ്പീരിയൻസ്, പൊസിഷൻ ആൻഡ് ലെങ്ത് ഓഫ് സർവീസ്. അതുപോലെ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുന്നതിന് മുന്നേ എംപ്ലോയീസിന്റെ ഡിസിപ്ലിനറി റെക്കോർഡ്സുകൾ, അവരുടെ ജനറൽ വർക്ക് റെക്കോർഡുകൾ, അവരുടെ വർക്ക് എക്സ്പീരിയൻസ്, പൊസിഷൻസ്, ലെങ്ത് ഓഫ് സർവീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് വേണം ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കാൻ. അടുത്തതാണ് എനി സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് വിച്ച് മൈറ്റ് മേക്ക് ഇറ്റ് അപ്രോപ്രിയേറ്റ് ടു അഡ്ജസ്റ്റ് ദ സിവിരിറ്റി ഓഫ് ദ പെനാൽറ്റി. അതായത് പെനാൽറ്റിയുടെ കാഠിന്യം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഉചിതമാകുന്ന ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. അത് നോക്കിയിട്ട് വേണം ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കാൻ. ഓക്കെ, അടുത്താണ് വെദർ ദ പ്രപ്പോസ്ഡ് പെനാൽറ്റി ഈസ് റീസണബിൾ ഇൻ വ്യൂ ഓഫ് ഓൾ ദ സർക്കംസ്റ്റാൻസസ്. എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ നിർദ്ദിഷ്ട പെനാൽറ്റി ന്യായമാണോ എന്ന് എന്ത് ചെയ്യണം, നോക്കണം. എന്നിട്ടാണ് ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഏരിയ ആണ് ഹോട്ട് സ്റ്റൗ റൂൾ. ഒന്നെങ്കിൽ ഹോട്ട് സ്റ്റൗ റൂൾ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ. അതായത് ചൂടുള്ള സ്റ്റൗവ്, അതിന്റെ നിയമമാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഡിസിപ്ലിനറി ആക്ഷൻ അഗെയിൻസ്റ്റ് ആൻ ഡിസിപ്ലിനറി എംപ്ലോയി disciplinary action against an indisciplined employee is painful and generates resentment on the part of employees. അതായത് ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അവർക്കെതിരെയുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് വളരെയധികം പെയിൻഫുൾ ആണ്. ഒപ്പം എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്നും വെറുപ്പും ഉണ്ടാവുകയും ചെയ്യും. അതായത് തീർച്ചയായിട്ടും ഇപ്പൊ എംപ്ലോയീസിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുക എന്നുണ്ടെങ്കിൽ ആ ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള എംപ്ലോയീസ്
അവർക്ക് ആക്ഷൻ എടുക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും എന്താണ്? വേദനയുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ മറ്റ് എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും അവർക്ക് വെറുപ്പും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാനൊക്കെ അത് ഉണ്ടാകും. പല വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഹെൻസ് എ ക്വസ്റ്റ്യൻ അറൈസസ് ആസ് ടു ഹൗ ടു ഇമ്പോസ് ഡിസിപ്ലിൻ വിത്തൗട്ട് ജനറേറ്റിംഗ് റീസൺമെന്റ്. അപ്പൊ വെറുപ്പില്ലാതെ എങ്ങനെയാണ് ഇങ്ങനത്തെ എംപ്ലോയീസിനൊക്കെ, അതായത് ഇൻഡിസിപ്ലിനായിട്ട് പെരുമാറുന്ന എംപ്ലോയീസിനെതിരെ നമ്മള് ഒരു ഇങ്ങനെ ഒരു വെറുപ്പ് കൂടാതെ എങ്ങനെ ആക്ഷൻസ് എടുക്കാം എന്നതാണ് ഇവിടെ ഉള്ളൊരു ചോദ്യം. അപ്പോ എങ്ങനെയാണ് ഈ ഒരു എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു വെറുപ്പ് ജനറേറ്റ് ചെയ്യാതെ ഇങ്ങനെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെതിരെ ആക്ഷൻസ് എടുക്കുക എന്നതാണ് മറ്റൊരു ക്വസ്റ്റ്യൻസ്. ഡഗ്ലസ് മക്ഗ്രെഗർ സജസ്റ്റ് ദ റെഡ് ഹോട്ട് സ്റ്റവ് റൂൾ ടു ഗൈഡ് മാനേജേഴ്സ് ഇൻ എൻഫോഴ്സിംഗ് ഡിസിപ്ലിന്. അപ്പോ ഇങ്ങനെ ഇതിന് പരിഹാരമായിട്ട്, അതായത് അങ്ങനെ വെറുപ്പൊന്നും ജനറേറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ ഡിസിപ്ലിനറി ആക്ഷൻസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഡഗ്ലസ് മക്ഗ്രെഗർ ഒരു റൂൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് റെഡ് ഹോട്ട് സ്റ്റവ് റൂള്. അത് ഉപയോഗിച്ചുകൊണ്ട് മാനേജറിന് എന്ത് ചെയ്യാൻ പറ്റും? ഡിസിപ്ലിനറി എന്ത് ചെയ്യാൻ പറ്റും? സ്ഥാപനത്തിൽ നടപ്പിലാക്കാൻ പറ്റും. നല്ല ഡിസിപ്ലിന് സ്ഥാപനത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്നതാണ്. ദിസ് റൂൾ ഈസ് ബേസ്ഡ് ഓൺ ആൻ അനലോഗി ബിറ്റ്വീൻ ടച്ചിങ് എ റെഡ് ഹോട്ട് സ്റ്റവ് ആൻഡ് വയലേറ്റിംഗ് റൂൾസ് ഓഫ് ഡിസിപ്ലിൻ. അപ്പോൾ സ്ഥാപനത്തിൽ ആരെങ്കിലും ഡിസിപ്ലിൻ റൂൾ വയലേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ചൂടുള്ള, അതായത് കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്റ്റൗവില് തൊടുന്നത് എങ്ങനെയാണോ അതിന് തുല്യമായ രീതിയിലായിരിക്കണം സ്ഥാപനത്തില് ഇൻഡിസിപ്ലിനായിട്ട് ആരെങ്കിലും പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള റൂള്. അതാണ് റെഡ് ഹോട്ട് സ്റ്റവ്. അപ്പോ സ്വാഭാവികമായിട്ട് ഒരു കത്തി നിൽക്കുന്ന ഒരു സ്റ്റവ്, ആ സ്റ്റൗവിൽ ആരും തൊടുന്ന സമയത്ത് എന്ത് സംഭവിക്കുക? പെട്ടെന്ന് എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കൈ തൊടുകയാണെന്നുണ്ടെങ്കിൽ കൈ പൊള്ളും. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കണം എന്ത് സ്ഥാപനത്തിലെ ഏതെങ്കിലും എംപ്ലോയീസ് മോശമായ രീതിയിലൊക്കെ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള ആക്ഷൻസ്. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് റൂൾ ദ ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ഹാവ് ദ ഫോളോയിങ് കോൺസിക്വൻസസ്. അപ്പോ ഈ ഒരു റൂൾ പ്രകാരം അച്ചടക്ക നടപടിക്ക് ഇനി പറയുന്ന ഫലങ്ങൾ ഉണ്ടായിരിക്കും. നോക്കാം ഏതൊക്കെയാണ് ഫലങ്ങൾ എന്നുള്ളത്. ഒന്ന്, ബേൺ ഇമ്മീഡിയറ്റ്ലി. അതായത് സ്വാഭാവികമായിട്ടും ഒരു ചൂടുള്ള സ്റ്റൗവിൽ തൊടുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യുക? അതിന് തൊടുകയാണെന്നുണ്ടെങ്കിൽ, ചൂടുള്ള കത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തൊടുമ്പോൾ തന്നെ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ പൊള്ളും, അല്ലെ? അതുപോലെ തന്നെ ആകണം ഒരു സ്ഥാപനത്തെ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും റൂൾസ് വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് വയലേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? ആക്ഷൻസ് എടുക്കണം. അടുത്താണ് പ്രൊവൈഡ് വാർണിംഗ്. അതുപോലെ തന്നെ വാർണിംഗ് നൽകുന്നുണ്ട്. ഇപ്പൊ ഒരു സ്റ്റൗവിന്റെ അടുത്തേക്ക്, ചൂട് കത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റൗവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ, തൊട്ടില്ലെങ്കിലും അതിന്റെ അടുത്ത് പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യും? നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് എന്ത് ചെയ്യും? പൊള്ളൽ ഏൽക്കും പോലെ തന്നെ തോന്നും, അല്ലെ? ചൂട് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കണം ഒരു സ്ഥാപനത്തില്, അതായത് വാർണിംഗ് കൊടുക്കുക. അതായത് ഇങ്ങനെ ഇതൊക്കെ ഇന്ന റൂൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങൾ ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇന്ന പണിഷ്മെന്റ് ആയിരിക്കും കിട്ടുക എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? എല്ലാ എംപ്ലോയീസിനും വാർണിംഗ് കിട്ടുന്ന തരത്തിലായിരിക്കണം. അതുപോലെ അടുത്താണ് കൺസിസ്റ്റന്റ്. അതുപോലെ കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഇപ്പോ സ്റ്റൗ എപ്പോഴും എന്തായിരിക്കും? ഏത് സമയത്തും ഒരുപോലെ തന്നെ ആയിരിക്കും. അതായത് അത് കത്തിക്കൊണ്ട് നിൽക്കുന്നത് എന്തായിരിക്കും? അതായത് അതിന്റെ തീ ഇങ്ങനെ കത്തുന്നത് സ്ഥിരമായിട്ട് തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും സ്ഥാപനത്തിന്റെ റൂൾസ് കാര്യങ്ങളോ. ആര് വയലേറ്റ് ചെയ്യുന്നതോ അത് എപ്പോഴും ഒരുപോലെ കൺസിസ്റ്റന്റ് ആയിരിക്കണം. അടുത്തതാണ് ഇംപേഴ്സണൽ. ഏത് വ്യക്തി തൊട്ട് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോ തീയില് തൊട്ട് കഴിഞ്ഞാൽ, ഏത് വ്യക്തി തൊട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താണ്? ഒരുപോലെ തന്നെയാണ് പൊള്ളലേൽക്കുക. അതുപോലെ തന്നെ ആയിരിക്കണം സ്ഥാപനത്തിന്റെ ഏതെങ്കിലും റൂൾസ് ഒക്കെ വയലേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള ആക്ഷൻസ് കാര്യങ്ങളും. അടുത്താണ് റിപ്പീറ്റേഷൻ. ഇപ്പോ ഒരു വ്യക്തി ആദ്യമായിട്ട് ഒരു സ്റ്റൗവിൽ തൊട്ട് കഴിഞ്ഞു, അപ്പൊ അവർക്ക് എന്ത് ചെയ്തു? അവിടെ കൈ പൊള്ളി, അല്ലെ? അതേ വ്യക്തി തന്നെ കൈ പൊള്ളിയ ഭാഗം എന്താണ്? വീണ്ടും ഈ തീന്റെ മുകളിൽ വെക്കാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഒന്നുകൂടി ഡീപ്പായിട്ട് എന്ത് ചെയ്യും? അവിടെ വീണ്ടും എന്ത് ചെയ്യും? ഒന്നുകൂടി പൊള്ളി കൂടുതൽ പരിക്കേൽക്കാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ആയിരിക്കണം വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുക എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്? അതിന്റെ ശിക്ഷ എന്തായിരിക്കണം? കൂടുതൽ കിട്ടിയിരിക്കണം. അപ്പൊ ഇതുപോലെ തന്നെ ആയിരിക്കണം സ്ഥാപനത്തിലെ ഡിസിപ്ലിനറി ആക്ഷൻസും ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്.